റെഡി വിത്ത് മീ ഉണ്ടല്ലോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് പൗണ്ടർ ഇടാം. കുറച്ച് പൗണ്ടർ എടുക്കുന്നുള്ളൂ കേട്ടോ. പൗണ്ടർ നല്ലോണം ബ്ലെൻഡ് ചെയ്യാം. വീഡിയോയിൽ നോക്കിയിട്ട് ബ്ലെൻഡ് ചെയ്യാൻ അറിയില്ല. നല്ലോണം പൗണ്ടർ ബ്ലെൻഡ് ചെയ്തിട്ട് വരാം. അത്യാവശ്യം ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഐലൈനർ എഴുതി കൊടുക്കാം. ഇതാണ് എൻ്റെ ഐലൈനർ. കുറച്ച് വാട്ടർ പ്രൂഫ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്, പക്ഷെ വാട്ടർ പ്രൂഫ് ഒന്നല്ല ഗൈസ്. നമ്മൾ വെള്ളം തട്ടി വീണാൽ അപ്പോൾ തന്നെ അത് പോവും. എനിക്ക് ക്യാമറയിൽ നോക്കി എഴുതാറില്ല. ഞാൻ കണ്ണാടിയിൽ നോക്കിയിട്ട് എഴുതിയിട്ട് കാണിച്ചു ഗൈസ്. ഞാൻ എഴുതിയിട്ടുണ്ട്. നമുക്ക് കണ്ണിൻ്റെ ഉള്ളിലും കൂടി എഴുതിയെടുക്കാം. ഇത് സാധാരണ കാജലാണ്. നമുക്ക് ഉള്ളിലും കൂടി എഴുതി കൊടുക്കാം. ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. ക്യാമറയിൽ നോക്കിയിട്ട് എഴുതി കൊടുത്താലും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അങ്ങനെ നമുക്ക് ശരിയാക്കി കൊടുക്കല്ലാതെ. ഞാൻ കണ്ണൊക്കെ എഴുതി കൊടുത്തു. അപ്പം ഞാൻ വീട്ടിലായതുകാരണം ലിപ്സ്റ്റിക് കൊണ്ടുവന്നിട്ടില്ല. നമുക്ക് മുടി ഒന്ന് എങ്ങനെയെങ്കിലും ഒന്ന് കെട്ടാം. നമുക്ക് മുടി ഒന്ന് നേർവാച്ചിൽ എനിക്ക് എടുക്കാറില്ല, എന്നാൽ ഞാൻ എങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ട്. നേർവാച്ചിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇവിടെ നമുക്ക് ഇങ്ങനെ കെട്ടിക്കൊടുക്കാം. രണ്ട് ഭാഗത്ത് ഇതുപോലെ ഇങ്ങനെ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലോണം ചെട തീർക്കാം. നല്ലോണം മുടി പൊഴിയുണ്ട് കേട്ടോ. അങ്ങനെ ചെട തീർത്തിട്ട് ഇതാക്കിയിട്ട് നമുക്കൊരു ബണ്ണിട്ട് കൊടുക്കാം. തുമ്പത്ത് ഇത്രയുള്ളൂ നമ്മുടെ ഹെയർ സ്റ്റൈൽ. അപ്പോൾ ഗൈസ്, എല്ലാവർക്കും എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.